BPAE 143 administrative system in BRICS. BPAE 143 administrative system in BRICS. Then Unit 9 ആണ് I am going to take. Unit 9 planning process. Planning process. So ഇവിടെ പറയാനുള്ളത് എപ്പോഴും മാനേജ്മെന്റില് പ്ലാനിങ് ഈസ് ദ പ്രൈമറി തിങ് ആൻഡ് കൺട്രോളിങ് ഈസ് ദ ലാസ്റ്റ് ഫങ്ഷൻ. പ്ലാനിങ് ആണ് ആദ്യത്തെ ഇത്, കൺട്രോളിങ് ആണ് ലാസ്റ്റ് ഫങ്ഷൻ. പ്ലാനിങ് പ്രോസസ് ഇൻ ബ്രസീലിനെ പറ്റിയാണ് പറയുന്നത്. ബ്രസീൽ എങ്ങനെയാണ് പ്ലാനിങ്, ഇന്ത്യയിൽ എങ്ങനെ, റഷ്യയിൽ എങ്ങനെ, ചൈനയിൽ എങ്ങനെ, സൗത്ത് ആഫ്രിക്കയിൽ എങ്ങനെ. ഓരോ രാജ്യത്തും ഓരോ വിധമാണ്, ഓരോരോ പ്രോസസ്സാണ്, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. അതാണ് പ്ലാനിങ് ദ ഫ്യൂച്ചർ. എന്താ പ്ലാനിങ്? ഫ്യൂച്ചർ പ്ലാൻ. നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്ലാനിങ്ങില്ല. ഞാൻ ഗ്രാജുവേഷൻ ആവണം, പോസ്റ്റ് ഗ്രാജുവേഷൻ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതേമാതിരി നമ്മുടെ രാജ്യത്തിനുണ്ട്. ഞങ്ങൾ ഇപ്പം നോക്കിക്കോളൂ, നമ്മളിപ്പോൾ ഇന്നലെ നമ്മുടെ സാറ്റലൈറ്റ് ഇത് ISRO അടുത്തത് മൂണിലേക്ക് പോകണം. അങ്ങനെ ഓരോ പ്ലാനിങ് അല്ല, അതനുസരിച്ചില്ല നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ ഓരോരോ ഗോളുണ്ട് എല്ലാവരും, രാജ്യത്തിനുമുണ്ട്. സോ ഉദാഹരണം, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ ഭയങ്കരധികം പോവർട്ടി ഉണ്ടായിരുന്നു, ദാരിദ്ര്യം. അത് കാരണം നമ്മുടെ പൈസ ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ. അപ്പൊ അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വളരെ കമ്മിയായിരുന്നു. അപ്പൊ അത് കൂട്ടി. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കുറെ സെറ്റപ്പ് ചെയ്യണമായിരുന്നു, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യണമായിരുന്നു, സെൽഫ് റിലയന്റ് ആവണമായിരുന്നു. അങ്ങനെ കുറെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉണ്ടായി. അപ്പൊ ഇതൊക്കെ ഓരോ ഗോളാണ്, നമ്മുടെ ഓരോ പ്ലാനാണ് കേട്ടോ. പ്ലാനിങ്ങിലൂടെയാണ് അതെല്ലാം സാധിച്ചത്. ഫസ്റ്റ് ഇയർ 5 പ്ലാൻ, 5 ഇയർ പ്ലാൻ, 5 പഞ്ചവത്സര പദ്ധതി, സെക്കൻഡ് 5 ഇയർ പ്ലാൻ, തേർഡ് 5 ഇയർ പ്ലാൻ. അങ്ങനെ ഓരോന്ന് പ്രാധാന്യം കൊടുത്ത് എഡ്യൂക്കേഷന്, സയന്റിഫിക് വേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഗ്രികൾച്ചറിന്, പോപ്പുലേഷൻ കൺട്രോള്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ലിറ്ററസി. അപ്പോൾ ഓരോന്നിനും പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ഈ നിലയിലെത്തിയത് ഇന്ത്യക്ക്. അതേമാതിരി തന്നെ ഓരോ രാജ്യം. ആൻഡ് ഓർഗനൈസിങ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ പ്രൈമർലി നെസസറി to realize the laid down goals. Planning laid down goals. ഓരോരുത്തർക്ക് ഓരോ ഉദ്ദേശം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിക്കണില്ലേ നമ്മൾ ഈ അടുത്ത കൊല്ലം നമ്മള് ഇന്നത്. ഇപ്പൊ നമ്മുടെ നിർമ്മല സീതാരാമന്റെ ഒക്കെ പാർലമെന്റിൽ ബഡ്ജറ്റ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ വാട്ട് എവർ വി ആർ ഗോയിങ് ടു അച്ചീവ് നെക്സ്റ്റ് ഇയർ. അപ്പൊ അതിന് ദാറ്റ് ഗോൾസ് എവറിഥിങ് ദേ ആർ ജസ്റ്റ് പ്ലേസിംഗ് ബിഫോർ ദ പാർലമെന്റ്. ഓക്കെ, സോ പ്ലാനിങ് ഈസ് ദ സ്റ്റാറ്റസ് അതേമാതിരിയുള്ള എഫേർട്സ് നിലവിൽ ഇരുന്ന അതേമാതിരിയുള്ള ആൻഡ് മോർ ഓഫൺ. ചില സമയത്ത് പ്ലാനിങ് ഇല്ലെങ്കിൽ ചാവോസ് ഉണ്ടാവും. ചാവോസ് എന്താണ്? തോന്നിയ മാതിരി പോവും. കടിഞ്ഞാണില്ലാത്ത കുതിരമാതിരി പോവും. പ്ലാനിങ് ഒന്നും ഇല്ലെങ്കിൽ തോന്നിയ മാതിരി പോവും. ഞാൻ പഠിക്കുന്നില്ല, പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോണ? ചിലപ്പോ ഒരു പയ്യൻ പറയും ഞാൻ പഠിക്കില്ല, പിന്നെ എന്താ ചെയ്യാൻ പോണ? അപ്പൊ പ്ലാനിങ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് പഠിക്കും, അത് കഴിഞ്ഞ് അത് ചെയ്യും, ഞാൻ ജോലി ചെയ്യും, എൻ്റെ കുടുംബത്തിനെ രക്ഷിക്കും, അല്ലേ? അങ്ങനെയൊക്കെ ഉള്ള അതൊന്നുമില്ല. എന്തായിക്കോട്ടെ, ഞാൻ എൻ്റെ ഇതിൽ പോകും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതേമാതിരിയാണ് രാഷ്ട്രത്തിന്. ഒന്നിക്കുള്ളൂ ഒരു ഉദാഹരണം, അഫ്ഗാനിസ്ഥാനിൽ നോക്കൂ. പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി ഈസ് നോട്ട് ദ. ഞാനൊരു രാഷ്ട്രത്തിന്റെ കുറ്റം പറയാം, ഞാൻ ഉദാഹരണം പറഞ്ഞുള്ളൂ കേട്ടോ. നല്ല രാജ്യമാണ് അതൊക്കെ, മറക്കരുത്. നമ്മുടെ ഇന്ത്യയായിട്ട് വളരെയധികം സൗഹൃദ ബന്ധം പുതുർത്തുന്നതാണ് ഇപ്പൊ പണ്ടേ കാലം മുതലൊക്കെ കേട്ടോ. അപ്പൊ മറക്കരുത്. അപ്പൊ അവിടെ ഇപ്പൊ ചില സമയത്ത് നടക്കുന്ന ഓരോരോ രാജ്യത്തിനും ഓരോ വിഷമങ്ങളുണ്ട്. അങ്ങനെ വിചാരിക്കരുത് ഇന്ത്യക്ക് വിഷമം ഉണ്ടായിരുന്നില്ലേ, എല്ലായിടത്തും ഉണ്ട്. ഓരോരോ വിഷമങ്ങൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ സമയത്ത്. ഒന്നില്ലെങ്കിൽ നേച്ചുറൽ കലാമിറ്റി ആയിരിക്കും, ചിലയിടത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും. പാകിസ്ഥാനിൽ ഫ്ലഡ് വന്നു. അത് നമ്മൾ ചിലപ്പോൾ ഇന്നലെ അമേരിക്കയിലോ വന്നിട്ട് കൊടുങ്കാറ്റാണ് വന്നത്, എത്രയോ ആളുകൾ മരിക്കുക, എന്തൊക്കെ ബിൽഡിംഗ് തകരുക, എന്തൊക്കെ ചെയ്തിരുന്നു, മനസ്സിലായില്ലേ? അപ്പോ ഈ പ്ലാനിങ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഏത് എന്താ പറയണ്ടേ തോന്നിയും. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കോളൂ. ഇപ്പോ നമ്മളെ ഹിമാലയൻ ബെൽറ്റില്, ഹിമാലയ ടണല് ഒക്കെ നമ്മൾ പണിയുന്നുണ്ട് അല്ലേ ചിലപ്പം. പക്ഷെ അവിടെ എൻവയോൺമെന്റലിസ്റ്റ് പറയുന്നുണ്ട് ഭൂമിക്ക് അവിടെ ബലം കമ്മിയാണ്. അപ്പൊ അവിടെ എർത്തുക്കേക്ക് ഉണ്ടാവും ചില സമയത്ത്. ഈ ഹിമാലയത്തിൽ നിന്ന് ടച്ച് ചെയ്യുന്ന അടുത്ത സ്ഥലപ്രദേശങ്ങളിലെ ഭൂമി കുലുക്കത്തിന് ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോ നമ്മുടെ ഭൂമിക്ക് ബലമാണ് അവിടെ പാറക്കല്ലും മറ്റേതൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ
പെട്ടെന്ന് ലാൻഡ് സ്ലൈഡും ഇതൊക്കെ വരും. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യേണ്ട എന്തായിരിക്കും സ്ഥിതി? ബാക്കി പറയണ്ടല്ലോ. 14 ഉത്തരാഖണ്ഡിലുണ്ടായി, അങ്ങനെ പല സ്ഥലത്തും. ഒരു സ്ഥലത്തും കേരളത്തിലുണ്ടായില്ലേ, പല സ്ഥലത്തും ഉണ്ടാവും. പ്ലാനിങ് ഇല്ലെങ്കിൽ എല്ലാ സ്ഥാനത്തും പോകും. മനസ്സിലായില്ലേ? അപ്പൊ ചാവോ ത്രിസ്ഥല. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നോക്കൂ, ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പെൺകുട്ടികൾക്ക് കോളേജിൽ പോകാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പാടില്ല, അങ്ങനെ പല പല. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ, ഡു യു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ്? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, മറ്റുള്ള രാജ്യമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് പഠിക്കണ്ടേ, കുട്ടികൾക്ക് അവർക്ക് നന്നാവണ്ടേ? അപ്പോ results in the ineffective planning, the effective execution of policies largely depends on how good is the planning. അല്ലേ? പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ പിന്നെ ഇന്ത്യ ഈസ് ഫോർച്ചുനേറ്റ് കേട്ടോ. ഇന്ത്യയിലും വളരെ ഗുഡ്, വളരെ മഹാബിലോനസ്, മറ്റേ അതേമാതിരി അനവധി നല്ല നല്ല ആളുകൾ, MS സ്വാമിനാഥൻ, ഡോക്ടർ സ്വാമിനാഥൻ, അതേമാതിരി എത്രയോ ഗ്രേറ്റ് സയന്റിസ്റ്റ്, അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ്, എൻവയോൺമെന്റൽ സയന്റിസ്റ്റ്, ഇതെല്ലാം ഇന്ത്യക്ക് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ വളരെ വളരെ സ്ട്രോങ് നേഷനെ ലോകം തന്നെ വീക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സോ പ്രിസൈസിൽ മോസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി, 5ാമത്തെയാണ് ഇന്ത്യ. എവിടെ ഉണ്ടായിരുന്നാലും വളരെ പുരോഗതി ഉണ്ട്. പ്രിസൈസ്ലി പ്ലാനിങ് ഈസ് ദ കോഴ്സ് ഓഫ് ജഡ്ജ്മെന്റ് അബൌട്ട് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാനേജ്മെന്റ് ടു അച്ചീവ് എ പ്രിഫേർഡ് ഗോൾ ഓർ ടാർഗറ്റ്. അപ്പൊ മാനേജ്മെന്റ് കമ്പനി ആയാലും ശരി, ആരുടെ ആയാലും ഒരു കമ്പനിയിലും വേണമല്ലോ പ്ലാനിങ്. ഞങ്ങൾ ഇത്ര പ്രൊഡ്യൂസ് ചെയ്യും, ഇത്ര എക്യുപ്മെന്റ് വാങ്ങും, ഇത്ര ആൾക്ക് കൊടുക്കും, ലോക്കൽ ഇത്ര കൊടുക്കും, ഫോറിൻ എക്സ്പോർട്ട് ഇത്ര. പ്ലാനിങ് ഉണ്ട് അതിനൊക്കെ. ഇത്ര ആളെ റിക്രൂട്ട് ചെയ്യും, ഇത്ര ആള് രാജിവെച്ച് പോകാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര ആൾ പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയതിന് ശേഷം നിങ്ങൾ റിക്രൂട്ട് ചെയ്യുക, അതോ അതിന് മുമ്പേ റിക്രൂട്ട് ചെയ്തിട്ട് ആളെ അവിടെ വയ്ക്കണം? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ചെയറിൽ ആരെ ഇരിക്കുക? പ്ലാനിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ. ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടായ ഒരു പ്രാവശ്യം 30,000 ആള് 31-ാം തീയതി റിട്ടയർ ചെയ്തു. ഒറ്റയാളെ ഒരു പ്ലാനിങ് ഉണ്ടായാലും റിക്രൂട്ട്മെന്റ് ഉണ്ടായില്ല. എന്തായിരിക്കും സ്ഥിതി? ഫസ്റ്റ് ഏപ്രിലിൽ നോക്കുമ്പോൾ ചെയറിൽ ഒരാളുണ്ടാവില്ല. അപ്പോ അവിടെ പ്ലാനിങ് വേണ്ടേ? അപ്പൊ അതിന് മുമ്പേ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ റിക്രൂട്ട് ചെയ്തിട്ട്, അതാണ് പ്ലാനിങ്. ഇന്നാൾ എത്ര റിക്രൂട്ട് ചെയ്യാൻ വേണ്ട, ഇങ്ങനെ എത്ര വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് ഇത്ര വേണം, അല്ലെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുക? സോ നോൺ സിസ്റ്റമാറ്റിക്. ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനില് SHO വിചാരിക്കുക, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ, ആരാണ് വിചാരിക്കുക, ആ SHO ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? അയാൾ റിട്ടയർ ചെയ്ത് പോയി. അപ്പൊ തൽക്കാലം നാളെ അവിടെ ഒരാളും ഉണ്ട്. അതാണ് പറയുന്നത്. ആൻഡ് മോർ ഓഫൺ ചാവോ ത്രിസ. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്ലാനിങ് ഇല്ലെങ്കിൽ ഇതൊക്കെ വരും. പിന്നെ നമ്മുടെ കൺട്രി ഡെവലപ്മെന്റ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാനേജ്മെന്റ് ടു അച്ചീവ് പ്രിഫേർഡ് ഗോൾ ഓർ ടാർഗറ്റ്, എ ഡിവൈസ് ടു വിഷ്വലൈസ് the management of the project and techniques and a required step to attain specific goals. അപ്പോൾ പ്ലാനിങ് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഉപകാരം ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ഈ പോളിസി മേക്കർ വിൽ പ്ലാൻ ഇമ്മീഡിയറ്റ്ലി, വളരെ നന്നായിട്ട്. ദെൻ ദേ ക്യാൻ ട്രിം ഡൗൺ മച്ച് ഓഫ് ദ ആവശ്യമില്ലാത്ത സമയം, നമുക്ക് നമ്മുടെ സമയം ബന്ധിതമായ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. മനസ്സിലായോ? സോ an endeavor of accomplishing the objective. എന്താണ് നമ്മൾ ആഗ്രഹിച്ച അത് ചെയ്യാം. പ്ലാനിങ് പ്രോസസ് ഇൻ ബ്രസീലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബ്രസീൽ became third major democracy of the world, okay, in 1988, after the end of the military dictatorship. പണ്ടുണ്ടായിരുന്ന നമ്മുടെ ബ്രസീൽ പണ്ട്, ഇപ്പൊ മറക്കരുതേ, തേർഡ് മേജർ ഡെമോക്രസി ഓഫ് ദ വേൾഡ്. ഫസ്റ്റ് ഇന്ത്യയാണ്, അമേരിക്കയുണ്ട്, തേർഡ് ബ്രസീൽ പറഞ്ഞു. ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദ ലോങ് സ്റ്റിൻഡ് മിലിറ്ററിയുടെ ഇത് കഴിഞ്ഞിട്ട് അവിടെ ഡെമോക്രസി വന്നിട്ടുണ്ട് വിത്ത് ദി അഡോപ്ഷൻ ഓഫ്. പക്ഷെ നമ്മുടെ ഡെമോക്രസി ആ ഡെമോക്രസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ പ്രസിഡന്റിന് കൂടുതൽ പവർ ഉണ്ട്. വിത്ത് ദി അഡോപ്ഷൻ ഓഫ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രസി dawned over Brazil, paving way for the elections in 1989 and thereby establishing presidential form of the government with a federal setup. This ushered in era of development, and as a result all such institutions and processes which could purposely assist to achieve development were created. Policy making and planning are the basic for any policy. Industrial policy, agricultural policy, defense policy, atomic energy policy, space policy. അത് പ്ലാനിങ് ഉണ്ടല്ലേ കാര്യങ്ങൾ നടക്കാൻ പറ്റൂ.
So the planning within economy in Brazil is directed by certain crucial objectives and standards. So during 1967-74, Brazil penetrated a stagnation phase, വളരെ ഒരു പരിതാപകരമായ സ്ഥിതിയായിരുന്നു, which is associated with the political liberalization. അങ്ങനെ രാഷ്ട്രീയമായൊരു ഇത് വന്നു അവിടെ, stability ഒക്കെ. Augmentation in economy, Brazilian economy refers to an increase in a country's ability to create production of goods and services. ബ്രസീലത്തെ അപ്പൊ കൺട്രിയുടെ എക്കണോമി പ്രൊഡക്ഷനും ഗുഡ്സ് പ്രൊഡക്റ്റ് ചെയ്താൽ പോരല്ലോ, അത് യൂസ് ചെയ്യും വേണ്ടേ, എക്സ്പോർട്ട് ചെയ്യൊക്കെ വേണ്ടേ, നല്ല GDP കൂടും. At the time of military phase, the Brazilian society had urban dominance and the economy was very much industrialized and was heavily dependent on export. പണ്ട് പട്ടാളത്തിന്റെ ഇതിലാകുമ്പോൾ നമ്മൾ അവിടെ ബ്രസീലത്തെ കാര്യമാണ് പറയുന്നത്, എക്സ്പോർട്ടിന്റെ പലതും അവിടെ ചായ കാപ്പിയൊക്കെ ഉണ്ടല്ലോ, അത് പലതും ഉണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര് പലതും. അപ്പൊ അതിന്റെ ബേസിസ് ആയിരുന്നു അവരുടെ സർവൈവല്. The process of planning in the Brazilian economy has following stage: draft, plan, skeleton. അവിടെ പ്ലാനിങ്ങിന് ആദ്യം ഡ്രാഫ്റ്റ്, എല്ലാവരും ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാകണ്ടേ, ഇന്നത് ചെയ്യും ഇന്ന ചെയ്യുമ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ്. നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത് തന്നെ എത്ര പ്രാവശ്യം ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. അതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതേ പ്രകാരം തന്നെ വലിയ വലിയ പ്ലാനിങ്ങിന് ഡ്രാഫ്റ്റ് വേണ്ടേ. നമ്മുടെ ഒരു ഡാം പണിയാന്ന് വെച്ചാൽ അതിന് ഡ്രാഫ്റ്റ് വേണ്ടേ. അതിന്റെ 4 പുറമുള്ളത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് നാമവിശേഷവും, അതേമാതിരി അതിന്റെ ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളിലെ എന്തൊക്കെയാണെന്ന് നോക്കേണ്ടതൊക്കെ എല്ലാം പ്ലാനും ഉണ്ട്. സോ ദ മിനിസ്ട്രി ഓഫ് പ്ലാനിങ്, ബഡ്ജറ്റ് ആൻഡ് മാനേജ്മെന്റ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ബ്രസീലിലെ മിനിസ്ട്രി ഓഫ് പ്ലാനിങ്, ബഡ്ജറ്റ് ആൻഡ് മാനേജ്മെന്റ്. The ministry is an innermost organ of the Federal Republic in Brazil. Ministry in an innermost organ of the Federal Republic in Brazil. The object of this ministry is to execute long-term and short-term plan enshrined in the policies of the federal government in Brazil. The ministry is in the planning process to promote state capacities and augment sustainable development in the execution of public policies. Planning process start with the help of overall objectives and the Ministry of Planning and leading role in fulfilling the objectives. അവിടെ നാഷണൽ ഡെവലപ്മെന്റ് പ്ലാനിങ്ങിന്റെ നമ്മുടെ ഇവിടെ നോക്കൂ, നീതി ആയോഗ് അങ്ങനെ പലതില്ല, അതേമാതിരിയുള്ള തന്നെ അവിടെയും. ഓക്കെ, പ്ലാനിങ് പ്രോസസ് ഇൻ റഷ്യ. ഇനി അടുത്തത്, the planning commission in Russia is called Gosplan, State Planning Committee, and was established in 1921. Gosplan is very much responsible for the development of central economic policy. അവിടുത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ കാര്യമാണ് പറയുന്നത്. Gosplan is prime responsibility is to prepare and administer sequence of 5-year plan to boost the economy of Russia. The 5-year plan were initiated in the year 1928 and the Gosplan was responsible for their formation. 1928 അത് ഇനിഷ്യേറ്റ് ചെയ്ത് and establishment according to the requirement affirmed by the all Russian Communist Party, Bolshevik. The Communist Party, Bolshevik Communist Party, all Russian Communist Party. The statistical directorate was amalgamated into Gosplan in the year 1930 and Gosplan was resubordinated to the Sovinarkam, അവിടുത്തെ വേർഡാണത്, Sovinarkam during the year 1931. പേര് മാറി. നമ്മുടെ അങ്ങനെ തന്നെയല്ലേ പ്ലാനിംഗ് കമ്മീഷന്റെ പേര് നീതി ആയോഗ് ആക്കി. സോ ദീസ് വേർ അസോസിയേറ്റഡ് വിത്ത് ദ പ്രഡിക്റ്റീവ് ആൻഡ് ഇമ്മീഡിയറ്റ് പ്ലാനിങ്. അപ്പോ ദി സ്റ്റേജസ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് ഇൻ റഷ്യ ആർ സോവിയറ്റ് സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മിറ്റി, മെറ്റീരിയൽ ബാലൻസസ് ഓഫ് പ്ലാനിംഗ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ പ്ലാനിംഗ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലോങ് ടേം പെർസ്പെക്റ്റീവ് പ്ലാനിംഗ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓർ മൾട്ടി ലെവൽ ഓരോ പ്ലാനിങ് ആണ് അവിടുത്തെ കേട്ടോ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓപ്പറേഷണൽ പ്ലാനിങ്, ഓപ്പറേഷൻ ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇതെല്ലാം അവിടുത്തെ പ്ലാനിങ് ആണ് കേട്ടോ. വായിച്ചോളൂ. സോവിയറ്റ് സ്റ്റേറ്റ് പ്ലാനിങ്, മെറ്റീരിയൽ ബാലൻസ് പ്ലാനിങ്, എസ്റ്റാബ്ലിഷ്മെന്റ് പ്ലാനിങ്, എസ്റ്റാബ്ലിഷ്മെന്റ് ലോങ് ടേം പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ ഫോർത്ത് കമ്മിങ് കുറെ കൊല്ലത്തിന്.
ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെയുണ്ടല്ലോ. മൾട്ടി ലെവൽ പ്ലാൻസ്, ഓപ്പറേഷണൽ പ്ലാനിങ്, സ്ട്രാറ്റജിക് പ്ലാനിങ്. പിന്നെ പ്രോസസ് ഓഫ് പ്ലാനിങ് ഇൻ റഷ്യ, സോവിയറ്റ് സ്റ്റേറ്റ് പ്ലാനിങ് കമ്മിറ്റി, മെറ്റീരിയൽ ബാലൻസസ് ഓഫ് പ്ലാനിങ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ പ്ലാനിങ്, establishment long-term perspective planning, establishment multi-level planning, establishment operational. അപ്പൊ അങ്ങനെ കോമ്പോണൻസ് ഓഫ് ഓപ്പറേഷണൽ പ്ലാനിങ്ങിലെ ഫീസിബിലിറ്റി പറഞ്ഞ എന്താണ്? അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതുകൊണ്ട് വല്ല ബെനിഫിറ്റ് ഉണ്ടാവും. ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം, ഒരു പ്ലാന്റോ എന്തെങ്കിലും നമ്മൾ സെറ്റ്, അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? അതാണ് ഫീസിബിലിറ്റി സ്റ്റഡീസ്, പ്ലാനിങ്. പിന്നെ കലണ്ടർ പ്ലാനിങ്, ഓരോരോ കൊല്ലമുള്ള പ്ലാനിങ്. നമ്മുടെ ബഡ്ജറ്റൊക്കെ ഇല്ലേ, പ്ലാനിങ് അല്ലത്, ഒരു കൊല്ലം എന്താ ചെയ്യാന്ന്. പിന്നെ ഓപ്പറേഷൻ ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്, നമ്മളെ ഡേ ടു ഡേ വർക്ക് ചെയ്യുന്ന സമയത്ത് 10 മണിക്ക് ഇത് ചെയ്യല്ലേ, ഇന്ന് ഇത് ചെയ്യും, നാളെ വേറെ ഒന്ന് ചെയ്യും, അങ്ങനെയില്ലേ. അപ്പോൾ അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ, റീജിയണൽ ലെവൽ, എന്റർപ്രൈസ് ലെവൽ, ഓരോരോ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. Planning process in India. Process of planning. Perspective of planning. Formulation of guidelines. Preparation of the approach paper. Publication of the draft plan. Finalization of the plan. The phase of implementation. The exercise of evaluation. Following institutional mechanisms. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനിങ് ഇന്ത്യയിലത്തെ അത് ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പറേഷൻ, അപ്രോച്ച് പേപ്പർ എങ്ങനെയാണ്, ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇൻപുട്ട് കളക്ട് ചെയ്തിട്ടാണ് ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, റോഡ് ട്രാൻസ്പോർട്ട്, അല്ലതും PWD, അങ്ങനെ അല്ലത് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ, സയന്റിഫിക്, അത് എല്ലാം ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം വേർ സ്പ്രെഡഡ് the execution and implementation of the planning process till 2014. Planning Commission അതായിരുന്നു, അതാണ് ഇപ്പൊ നിതി ആയോഗ് കേട്ടോ. എന്താ ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ? അതായത് എല്ലാ ചീഫ് മിനിസ്റ്റർമാരും, പ്രൈം മിനിസ്റ്ററാണ് അതിന്റെ പണ്ട് ഇപ്പൊ അല്ല, അതായത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എല്ലാ ചീഫ് മിനിസ്റ്റർമാരും, ലഫ്റ്റനന്റ് ഗവർണർ, യൂണിയൻ ടെറിട്ടറിയുടെ പ്രധാനമന്ത്രി, ഹോം മിനിസ്റ്റർ ഇവരൊക്കെയാണ് അതിൽ മെമ്പേഴ്സ്. പ്രധാനമന്ത്രി ചെയർമാൻ. പിന്നെ സ്റ്റേറ്റിലും ഉണ്ട് അതുമാതിരി പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റേറ്റിന്റെ പ്ലാനിങ് ചെയർമാൻ ചീഫ് മിനിസ്റ്ററാണ്. പിന്നെ ഡെപ്യൂട്ടി ചെയർമാൻ വേറെ ആരെങ്കിലും ആയിരിക്കും. പിന്നെ ഡിസ്ട്രിക്റ്റിലുണ്ട്, ഓരോരോ ഡിസ്ട്രിക്റ്റിലുണ്ട് അത്. പിന്നെ പ്ലാനിങ് പ്രോസസ് ഇൻ ചൈന. ഓൺ ദ ബേസിസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പ്സ്, the following components are divided into number of steps. These are mainly on national plans, provisional plans, and the local plan, city and country. അപ്പൊ അതായത് ഇപ്പൊ ചൈനയിലെ on the basis of administrative groups, the following components are divided into number of steps. These are mainly on national plan, the provisional plan, and the local plans, city and country. On the basis of objective and purpose, the following components of groupings are also highlighted. These are mainly on general plan, special plan, regional plan. അതായത് പൊതുവായിട്ടുള്ള പ്ലാന്, പ്രത്യേകമായ സ്പെഷ്യലായിട്ടുള്ള ചില പ്ലാന്, അതേമാതിരി റീജിയണൽ ആയിട്ടുള്ള പ്ലാന്. ദി നാഷണൽ ഡെവലപ്മെന്റ് റിഫോം കമ്മീഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ. എന്താ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ? പ്രൈം മിനിസ്റ്ററുടെ, ഇതിനും മന്ത്രിയുണ്ട്, പ്രൈം മിനിസ്റ്ററും ഇതിന്റെ ഇതാണ്, ഹെഡാണ്. അപ്പൊ അതായത് നമ്മുടെ UPSC സെലക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരാണ്. ഓരോരുത്തരുടെ പ്രൊമോഷൻ, സർവീസ് റൂൾസ് ഒക്കെ അവരുണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ. പ്രോസസ് ഓഫ് ജനറൽ പ്ലാൻസ് ഇൻ ചൈന, പ്രീ അനാലൈസിസ്, പ്ലാൻ, ഔട്ട്ലൈൻസ്, ഡ്രാഫ്റ്റിംഗ്, ഇതൊക്കെ ഓരോ സ്ഥലത്ത് ഓരോരോ ഇതാണ്. പബ്ലിക്കേഷൻ ആൻഡ് പ്രോസസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ, ഓരോതും പബ്ലിഷ് ചെയ്യണ്ടേ. ആൻഡ് പ്രോസസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ, മോണിറ്ററിങ്, മാനേജ്മെന്റ്, അപ്രൈസൽ ആൻഡ് അസസ്മെന്റ്. പിന്നെ ഇത് ഫോളോ അപ്പ് ആക്ഷൻ വേണം, മോണിറ്റർ ചെയ്യണം, പറഞ്ഞ മാതിരി പോകുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ, പൈസ അതിന് കൂടുതലായിട്ടുണ്ടോ, കമ്മിയായിട്ടുണ്ടോ, മാനേജ് ചെയ്യണം, അപ്രൈസൽ, പെർഫോമൻസ് അസസ് ചെയ്യണം,
പിന്നെ റീജിയണൽ പ്ലാനിങ് ഇൻ ചൈന, സ്പെഷ്യൽ പ്ലാൻസ് ഓരോന്ന്. ഇനി വരുന്നത് സൗത്ത് ആഫ്രിക്ക. പ്ലാനിങ് ഇൻ കണ്ടിന്യൂസ് പ്രോസസ് ഇൻ സൗത്ത് ആഫ്രിക്ക വിച്ച് ഇൻവോൾവ് ഡിസിഷൻ ആൻഡ് ചോയ്സസ് made by the government to use alternative ways to use available resources. എല്ലാ റിസോഴ്സിനും കൊണ്ട് എങ്ങനെയാണ് ഓടിക്കുക. ദി തിയറട്ടി കടം മേടിച്ചിട്ടല്ല, കടം മേടിച്ചാൽ പിന്നെ പാകിസ്ഥാനും വരെയാവും ചില സമയത്ത്. ഞാനിപ്പോൾ ഒരു രാജ്യത്തിന് പറഞ്ഞാൽ അവർ മോശമായിട്ടല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. കാരണം അവിടുത്തെ എക്കണോമി വളരെ കുറച്ച് പരിതാപകരമായിട്ടുള്ളതാണ്. ലങ്കയിൽ ഇതൊക്കെ നമ്മളിപ്പോൾ വലിയതായിട്ടല്ല, നമ്മുടെ എക്കണോമി നല്ലത് തന്നെ, അതല്ല പറഞ്ഞത്. പക്ഷേ ഈ തകിടം മറിയും ചില സമയത്ത്. ഈ ഫ്ലഡ് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ഫ്ലഡൊക്കെ ഇതിപ്പോൾ എല്ലായിടത്തും സംഭവിച്ചൂടെ. അല്ല, അവിടെ വേറെയുണ്ട്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല. നമ്മുടെ അങ്ങനെയല്ല. നമ്മുടെ വി ആർ ഫോർച്ചുനേറ്റ്, വി ഹവ് ഗോട്ട് സ്ട്രോങ് ഗവൺമെന്റ്. ഓക്കെ, അതേമാതിരി സ്റ്റേറ്റിലും അതെ വളരെ നല്ല നല്ല ഏബിൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ദി തിയറട്ടിക്കൽ അവിടെ പിന്നെ മിലിറ്ററി കൺട്രോളാണ്. നമ്മുടെ പിന്നെ അങ്ങനെയല്ല. നമ്മുടെ എത്രയോ നമ്മളൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വളരെ നല്ലതാണ്. അത് നമ്മുടെ അടിത്തറ ഭാഗ്യം തന്നെ വളരെ നല്ലതാണ്. അത് നമ്മുടെ എല്ലാവരും പ്രസിഡന്റോ പ്രധാനമന്ത്രി ആരായിക്കോട്ടെ, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർമാരോ എല്ലാം മിടുക്കന്മാരെ പയറ്റി തിരിഞ്ഞ ആളുകളാണ് കംപ്ലീറ്റ്. മനസ്സിലായി, എത്രയോ വർഷങ്ങൾ. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട എങ്ങനെ ഭരിക്കണമെന്നല്ലേ. സോ ഫൗണ്ടേഷൻ ഓഫ് പ്ലാനിങ് ഇൻ സൗത്ത് ആഫ്രിക്ക ഇസ് ലാർജ്ലി ബേസ്ഡ് ഓൺ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് പ്ലാനിങ്. സൗത്ത് ആഫ്രിക്ക റിമെയിൻ അണ്ടർ ബ്രിട്ടീഷ് റിജീം ഫോർ ലോങ് ടൈം. സൗത്ത് ആഫ്രിക്ക പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തായിരുന്നു. പക്ഷെ ഇപ്പോഴും അതെ കുറെ പ്രശ്നങ്ങളുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ. ഈ ബ്ലാക്ക് വൈറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ കറുത്ത മനുഷ്യരും കറുത്ത ആളുകളും. പ്ലാനിങ് ഈസ് വാട്ട് ഇസ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. പ്ലാനിങ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓഫീസ് ഓഫ് ദ പ്രസിഡൻസി. അവിടെ പ്രസിഡന്റിന്റെ കീഴിലാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. എൻകംപാസ് സ്ട്രാറ്റജീസ് ആൻഡ് പോളിസീസ് ഫോർ ദ കൺട്രി ആസ് എ ഹോൾ. സൗത്ത് ആഫ്രിക്ക ഹാസ് commenced the institution of national planning in the government, a process that will result in the creation of functional and integrated national planning system in the government. അപ്പോൾ സൗത്ത് ആഫ്രിക്കത്തെ ചില കാര്യങ്ങളാണ് ഫങ്ഷണൽ ഇൻറ്റിഗ്രേറ്റഡ് നാഷണൽ പ്ലാനിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ പ്രോസസ് പ്ലാനിങ് ഇൻ സൗത്ത് ആഫ്രിക്ക, നാഷണൽ ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ട്, റീജിയണൽ സെക്ടർ പ്ലാൻ ഉണ്ട്, മുനിസിപ്പൽ ഇൻറ്റിഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓരോ പ്ലാൻ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്ട്രാറ്റജി പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള്, വളരെ പ്രാധാന്യം അറിയിക്കുന്ന പ്ലാന്. ഈ പട്ടാളം കിട്ടാളം എന്നൊക്കെ ഇല്ലേ. പ്രൊവിൻഷ്യൽ പ്ലാനിങ്, സ്പേഷ്യൽ പ്ലാനിങ്, നാഷണൽ institutional framework and planning process in South Africa. National Treasury is also an important strategic planning process and provide adequate guidance to department monitoring and evaluation. The other responsibilities are also fulfilled at the provincial levels. The Department of Cooperative Governance is also setting agenda in providing public services and support to the preparation of municipal integrated development plan. The parliament and the provincial legislator are also accountable for strategy. അപ്പൊ എല്ലാവരും പാർലമെന്റ് അതെ, റീജിയണൽ ആയിട്ടുള്ള അവരുടെ അസംബ്ലി, നമ്മുടെ സ്റ്റേറ്റ് അസംബ്ലിക്ക് ഇല്ലേ, അതേമാതിരി എല്ലാവരും ഇതിന് ഉത്തരവാദിത്തങ്ങളാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ബഡ്ജറ്റ് ഇല്ലേ, അവരൊക്കെ ഉത്തരവാദിത്തമുള്ളതല്ലേ. ബഡ്ജറ്റ് ഉണ്ടാക്കിയപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ, അപ്പൊ അക്കൗണ്ടബിൾ അല്ലേ. So for strategic plans and annual performance, പിന്നെ പറഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞാൽ മതിയോ, ചെയ്യണ്ടേ. ദീസ് ആർ ടേബിൾ ഇൻ ദ പാർലമെന്റ്. ചിലവരുണ്ട് ബഡ്ജറ്റിൽ ഇങ്ങനെ കുറെ പറയും, അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യില്ല. എന്നിട്ട് എന്താ പ്രയോജനം? So planning is comparative perspective has been one of the basic pillars of the country. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് പ്ലാനിങ് വേണം കേട്ടോ. പണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു 1962 ചൈന വാർ ഉണ്ടായ സമയത്ത് നമ്മുടെ പട്ടാളത്തില് തോക്ക് പോലും ശരിക്കുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ആ ഇന്നത്തെ സ്ഥിതി എന്താ? ലോകത്തിൽ തന്നെ വൻ ശക്തിയായിട്ട് ഇന്ത്യ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതെന്താ കാരണം? പ്ലാനിങ് അല്ലേ. എല്ലാം മിലിറ്ററി, ഇത് സബ്മറീൻ, എയറോ ഫൈറ്റർ പൈലറ്റ് എല്ലാം ട്രെയിൻഡ്. നമ്മുടെ വേൾഡ് ക്ലാസ് മിലിറ്ററിയാണ് നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ്. In the recent time, the relevance of the process of planning is much debated by the policymakers across the globe. About the role of planning. ഇതില് പ്ലാനിങ്ങില് പ്രൊഫഷണൽസ് ആണ് കേട്ടോ, അല്ലാതെ പൊളിറ്റീഷ്യൻസ് അവരത്തെ പ്ലാനിങ്ങില്. കാരണം രാഷ്ട്രീയം അവിടെ രാജ്യത്തിന്റെ പുരോഗതിയല്ലേ അത്.
പ്ലാനിങ്ങില് ബ്യൂറോക്രാറ്റ്സ് ഇപ്പം നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അയാളെ വേണ്ട IAS ഓഫീസറോ സെക്രട്ടറി എന്തുള്ളായിരുന്നു അയാള്. അപ്പൊ അതിന്റെ ഗുണങ്ങൾ കാണിക്കല്ലോ. അപ്പൊ പലരും പിന്നെ അതിന് മുമ്പേ ഉള്ള ആളുകൾ ഒക്കെ എത്രയോ IMF-ലൊക്കെ ജോലി ചെയ്ത ആളുകളാണ്. അപ്പോ ദ റോൾ ഓഫ് പ്ലാനിങ് ഇൻ കോണ്ടംപററി പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റി അറ്റ് ഓൾ ലെവൽ ഇൻ ദ ഗവൺമെന്റ്, സെന്റർ, സ്റ്റേറ്റ്സ് ആൻഡ് ലോക്കൽ. അപ്പോ പ്ലാനിങ് എല്ലാ ഇതിലും വേണം. അതായത് എല്ലാ ലെവലിലും ഈ പ്ലാനിങ് ആവശ്യമാണ്. ഇത് ഗവൺമെന്റിലും വേണം, സെൻട്രലിലും വേണം, സ്റ്റേറ്റിലും വേണം, ലോക്കൽ പറഞ്ഞ പഞ്ചായത്തും മറ്റേതൊക്കെ ഇല്ലേ, എല്ലാ മുനിസിപ്പാലിറ്റി ഇല്ലേ, കന്റോൺമെന്റ് ബോർഡില്ലേ, മുനിസിപ്പൽ കോർപ്പറേഷനില്ലേ, എല്ലായിടത്തും വേണ്ടത് ബഡ്ജറ്റും മറ്റേതൊക്കെ. അപ്പൊ അത് രാജ്യത്ത് മാത്രം പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേണം, എല്ലാ യൂണിയൻ ടെറിട്ടറിക്കും വേണം. യൂണിയൻ ടെറിട്ടറി സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതാണ് ഈ യൂണിറ്റിന്റെ. യൂണിറ്റ് 10, ബഡ്ജറ്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം. യെസ്, എന്താ ബഡ്ജറ്റ്? അതായത് പ്രൊജക്ഷൻസ്. ബഡ്ജറ്റ് പറഞ്ഞാൽ പ്രൊജക്ഷൻ. സിഗ്നിഫിക്കൻസ് ഓഫ് ബഡ്ജറ്റിംഗ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം. പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ തന്നെ അറിയണം ഇത് പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണോ വേണ്ടെന്ന് ആദ്യം തീരുമാനിക്കണം. വെറുതെ പൈസ ചെലവഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓഡിറ്റ്, അവ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനെ നമുക്ക് തന്നെ മനസ്സിൽ ഇത് ചെയ്യുമ്പോൾ തന്നെ തോന്നണം. ബഡ്ജറ്റിംഗ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം ഇൻ ബ്രസീൽ, ബഡ്ജറ്റിംഗ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം ഇൻ റഷ്യ, ബഡ്ജറ്റിംഗ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, ബഡ്ജറ്റിംഗ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം ഇൻ ചൈന, ബഡ്ജറ്റിംഗ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം ഇൻ സൗത്ത് ആഫ്രിക്ക. എല്ലാ രാജ്യങ്ങളിലും ഓരോരോ വിധത്തിലുള്ള ഓഡിറ്റ് സിസ്റ്റം വേണം. ഓക്കെ, അതായത് നമ്മുടെ ഗവൺമെന്റ് പല വിധത്തിലാണ് ഓരോരുത്തരെ, മനസ്സിലായില്ലേ? അപ്പൊ ഓഡിറ്റിങ്ങും അതേ പ്രകാരവും. നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ 10 പൈസ ചെലവാക്കണം, ആ 10 പൈസ എന്തിനു ചെലവാക്കിയെന്ന് ജനങ്ങളോട് പറയണം. അതല്ലേ നമ്മുടെ പാർലമെന്റിലൊക്കെ അസംബ്ലിയിലൊക്കെ നമ്മളെ ചോദിക്കുന്നത്. അതിന് എന്ത് ചെലവായി, എങ്ങനെ എക്സ്പെൻഡിച്ചറായി ഒക്കെ ചോദിക്കും. നഖശിഖാന്തം. ആർക്ക് ടെൻഡർ കൊടുത്തു, അതിന് എത്ര പൈസയായി, എത്ര അവർ കോട്ട് ചെയ്തു, ലോവസ്റ്റ് ആരാ കോട്ട് ചെയ്ത്, മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഉത്തരം പറയേണ്ടി വരും. കാരണം നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. വി ആർ റെസ്പോൺസിബിൾ ടു ദ സിറ്റിസൺ. വി ആർ വെൽഫെയർ സ്റ്റേറ്റ്. ഓക്കെ, സോ ഫൈനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് of all monetized socio-economic formations, ranging from simple nuclear facility to complex national and international organizations. Okay, finance is the lifeblood of all monetized socio-economic formations, ranging from simple nuclear facilities to complex national and international organizations. It is the fuel of the engine of administration and thus is considered as one of the most important components of any government. അല്ലേ? ഫൈനാൻസ് ഇല്ല എങ്കിൽ ആരാണ്? അതായത് നമ്മൾ എക്സ്പെൻഡിച്ചറും ഇൻകം ഒക്കെ ചെയ്യണ്ടേ, കൺട്രോൾ ചെയ്യണ്ടേ? പ്രൊഫഷണലി ക്വാളിഫൈഡ് ആളുകളായിരിക്കണത് ഫൈനാൻസിൽ കേട്ടോ. Hence it is required that finance has to be utilized and controlled in a systematic manner for its optimum utilization. അപ്പോ ഫൈനാൻസിൽ പ്രൊഫഷണൽസ് ആയിരിക്കണം, പൈസ ചെലവഴിക്കുന്നത് കൺട്രോൾ ചെയ്യണം. അതായത് എക്സസ് എവിടെയെങ്കിലും വരണ സമയത്ത് അത് പോയിന്റ് ഔട്ട് ചെയ്യണം. കമ്പനിക്ക് ഇത്ര നഷ്ടം വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഇത്ര ഇൻട്രസ്റ്റ് ബർഡൻ വരും, ടാക്സ് ലയബിലിറ്റീസ്, ഇതൊക്കെ ഫൈനാൻസിലുള്ള ആളുകളാണ് പോയിന്റ് ഔട്ട്. അല്ലാണ്ട് ഇതിന്റെ മുകളിലിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇത് അറിഞ്ഞു വരില്ല. ഒരു കമ്പനിയുടെ മുതലാളിക്ക് ഇത് അറിയണമെന്നില്ലല്ലോ. പക്ഷെ അതിന്റെ വരുംവരായ പറഞ്ഞു കൊടുക്കേണ്ടതാരാ? ആ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ്. സോ however, the system of budgeting and auditing varies from country to country, depend upon the systems of government followed by the nation. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓരോരോ ഇതിലും
ഓഡിറ്റ് വേരീസ് ആണ് കൺട്രി ടു കൺട്രി, ഡിപ്പെൻഡിങ് ഓരോരോ ഇത് സിസ്റ്റംസ്, ഗവൺമെന്റിന്റെ ഓരോ സിസ്റ്റം നമ്മൾ ഫോളോഡ് ബൈ ദ നേഷൻ. ഇപ്പം നമ്മുടെ സിസ്റ്റം അല്ല അമേരിക്കയിൽ ഓർക്കണം. അതായത് ഇപ്പം നമ്മളിവിടെ CS-ഉം CA ഇതൊക്കെ പാസ്സായി അവിടുത്തെ അവരുടേതായ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം ഇവിടെ MBBS അവിടെ പോയിട്ട് MS എടുക്കണം, മനസ്സിലായോ? ഇവിടെ ഇപ്പം എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ഒരു കമ്പനി സെക്രട്ടറി കാനഡയിൽ പോയിട്ട് അവിടെ സ്വീകരിച്ചില്ല, അവിടെ പോയിട്ട് അവരുടേതായ പഠിക്കേണ്ടി വന്നു, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ബഡ്ജറ്റിംഗ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം. അപ്പോൾ ഇതിലെ ബഡ്ജറ്റിംഗ് ആണ്. എന്താ ഈ ബഡ്ജറ്റ്? നമ്മളെ ബഡ്ജറ്റ് ഉണ്ടാക്കണ മുമ്പേ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇൻപുട്ട് മേടിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ എത്ര ആവശ്യമുണ്ട്, എത്ര പ്രൊഡക്ഷൻ വേണം, എത്ര ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണം, എത്ര മാൻ പവർ വേണം, അവരുടെ സാലറി എത്ര വരും, അവരുടെ അതർ ലൈബ്രറി പ്രോഡക്റ്റ് ഗ്രാറ്റുവിറ്റി അതൊക്കെ എത്ര വരും, ഇതൊക്കെ നോക്കണം. ഓഡിറ്റ് സിസ്റ്റം, അതായത് 2-3 ടൈപ്പിൽ ഓഡിറ്റ് സിസ്റ്റം ഉണ്ട്. അതായത് ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ട്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഇതൊക്കെ ഉണ്ട്, പലതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. കാരണം ഓഡിറ്റ് ഇല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കറപ്ഷനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത മെഷീൻ ഇമ്പോർട്ട് ചെയ്തു, അത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അപ്പം എന്ത് ചെയ്യും? ജനറലി ദർ ആർ 4 stages ഓഫ് ഓഡിറ്റ്. 4 സ്റ്റേജ്. അപ്രോപ്രിയേഷൻ ഓഡിറ്റ്, റെഗുലേറ്ററി നിയമപരമായുള്ള ഓഡിറ്റ്, അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. പ്രൊപ്രൈറ്ററി ഓഡിറ്റ് ഉണ്ട്, എഫിഷ്യൻസി ഓഡിറ്റ് ഉണ്ട്. എന്താ എഫിഷ്യൻസി ഓഡിറ്റ്? നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ്? നന്നായിട്ടാണോ, എഫിഷ്യൻ്റ് ആയിട്ടാണോ പോകുന്നത്, പറഞ്ഞ മാതിരിയാണോ പോകുന്നത്, എത്രത്തോളം ഉണ്ട്, പ്രൊഡക്ടിവിറ്റി എവിടെ എത്തി, ഓപ്പറേഷണൽ പ്രോഫിറ്റ് എന്താണ്, അതൊക്കെ. പിന്നെ പ്രൊപ്രൈറ്ററി ഓഡിറ്റ് ഉണ്ട്, റെഗുലേറ്ററി ഓഡിറ്റ് ഉണ്ട്, അപ്രോപ്രിയേഷൻ, ഇതൊക്കെ ഓരോരോ ഓഡിറ്റ് ആണ്, ഓരോ ടൈപ്പ് ഓഡിറ്റ്, കേട്ടോ. ദർ ഇസ് നോ യൂണിവേഴ്സൽ സിസ്റ്റം ഓഫ് ബഡ്ജറ്റിംഗ് ആൻഡ് ഓഡിറ്റ്. അത് ലോകത്തിലെ ആകമാനം ഒരേ മാതിരി ഇല്ല, അതൊക്കെ ഓരോ രാജ്യത്തിന്റെ ഓരോരോ വിധാനമാണ്. എക്സെപ്റ്റ് ദ ബേസിക് പ്രിൻസിപ്പിൾ. ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? പ്രോപ്പർ അക്കൗണ്ടിങ് ആണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓഡിറ്റ് ഉണ്ടില്ലെങ്കിലുള്ള സ്ഥിതി എന്താണെന്ന്. ഞാൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒന്നും പറയില്ല, പണ്ടത്തെ പറയാം. സത്യം കമ്പ്യൂട്ടേഴ്സ് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്പർ 1 ആയിരുന്നു, നമ്പർ 2 ആയിരുന്നു ആഫ്റ്റർ ഇൻഫോസിസ്. ഇപ്പൊ എവിടെ? ഈ ഓഡിറ്റ് കൊണ്ടാണ് കണ്ടുപിടിച്ചത്. എത്രയോ ഉദാഹരണങ്ങൾ പറയാം കേട്ടോ, ഞാൻ പറയുന്നില്ല, കാരണം അത് ആൾ ഇന്ത്യ ലെവൽ ടെലികാസ്റ്റാണ്. ഇത് എത്രയോ കൊല്ലം മുമ്പേ സംഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് അവര് ബാലൻസ് ഷീറ്റിൽ അവർ കൂടുതൽ കാണിച്ചു പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റിൽ ഹൈ പ്രോഫിറ്റ്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹൈ പ്രോഫിറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അതേമാതിരി ഷെയർ കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കണം. പക്ഷേ അതുകൊണ്ടുള്ള വേറെ റെപ്പർക്യൂഷൻ എന്താ അറിയോ? മാർക്കറ്റില് ഇവരുടെ ഈ എല്ലാവരും ഷെയർ ഹോൾഡർ ആവാൻ വേണ്ടിയിട്ട് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഓരോരുത്തർ. അയ്യോ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, അപ്പൊ എനിക്കും ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, കുറെ ഇൻവെസ്റ്റ് ചെയ്തു ഓരോരുത്തർ. അപ്പോൾ ഇവരുടെ ഇതിന്റെ ടോട്ടൽ ഇതൊക്കെ കൂടി നാട്ടുകാർക്കൊക്കെ വലിയ ഇതായി, കാരണം ഇത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പം ആ സമയത്തും ഇത്ര IT കമ്പനി ഇല്ലല്ലോ. അവ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇത്ര റിട്ടേൺ കിട്ടും, കൊല്ലത്തിൽ ഇത്ര കിട്ടും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷകളല്ലേ കൂടുതൽ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു. രാഷ്ട്രീയ സപ്പോർട്ടുണ്ട്, പേരും പറയില്ല ഞാൻ, കാരണം ഇതൊക്കെ രാഷ്ട്രീയ സപ്പോർട്ടും ഭയങ്കര ഉണ്ടായിരുന്നു അവിടുത്തെ ആന്ധ്രാപ്രദേശിൽ. അന്ന് അൺഡിവൈഡഡ് ആണ്, തെലങ്കാന ആന്ധ്രാപ്രദേശ് ഒറ്റ ആന്ധ്രാപ്രദേശാണ്. അപ്പൊ എന്താ സ്ഥിതി വെച്ചാൽ, ഓഫ്കോഴ്സ് ഐ വാസ് ആൽസോ ദെയർ ഇൻ ഹൈദരാബാദ്. അപ്പൊ അവിടെ നടന്നപ്പോൾ ഐ ഹാവ് സീൻ ദിസ് മാൻ, ഇതിന്റെ മാനേജിങ് ഡയറക്ടറെ കണ്ടിട്ടുണ്ട്, ചെയർമാൻ മാനേജിങ് ഡയറക്ടറെ കണ്ടിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം മീറ്റിങ്ങിൽ വെച്ചിട്ട്. അവിടെ മനസ്സിലായാം, ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞ നെക്സ്റ്റ് ഏറ്റവും പവർഫുൾ പേഴ്സൺ ആയിരുന്നു അയാൾ ഒരു കാലത്ത് ആന്ധ്രാപ്രദേശിൽ, ഇതിന്റെ മലയാളി. കാരണം എല്ലാവർക്കും വളരെ അവിടെ
IT-ക്ക് വേണ്ടിയിട്ട് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശിൽ നിന്ന് എത്രയോ ദിവസങ്ങൾ മുമ്പ് വന്ന് കെട്ടിക്കിടക്കണ്ടായിരുന്നു റിക്രൂട്ട്മെന്റിന് ഓരോരുത്തരും. ഈ സത്യം കമ്പ്യൂട്ടേഴ്സിൽ എനിക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന വല്ല UPSC എക്സാമിനേഷൻ എന്തുണ്ടെന്നും അതേമാതിരിയുള്ള ഇതായിരുന്നു. കെട്ടിക്കിടക്കുക ഹോസ്റ്റലിലൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ആയിരക്കണക്കിന് ആളുകളാണ്. നമ്മുടെ PSC എക്സാമിനേഷന്മാരെയാണ് അവിടെ ഉണ്ടായിരുന്നത്. കണ്ടിട്ടുണ്ട് ഞാൻ എത്രയോ തവണ. എൻ്റെ മകളൊക്കെ അവിടെ ഇന്റർവ്യൂ ഉണ്ട്, മകൻ ഇന്റർവ്യൂ ഉണ്ട് എന്നിട്ടേ അപ്പൊ എന്താ സംഭവിച്ചത്? അങ്ങനെ ഓരോരുത്തരെ ഇൻവെസ്റ്റ് ചെയ്തു കേട്ടോ. ഒരു പ്രാവശ്യം ഒരു സ്ത്രീ, ഞാൻ ഇപ്പൊ ഓഡിറ്റിന്റെ കഥയല്ല പറഞ്ഞത്, ഓഡിറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എത്ര ഇമ്പോർട്ടന്റ് ആണ്. 100 കഥ പറയാത്ത ഒന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോ ഒരു സ്ത്രീക്ക് കുറച്ച് ഷെയർ, അത് സത്യസന്ധമായിട്ട് കുറച്ച് ഷെയർ വിറ്റിട്ട് കാശ് ആവശ്യമുണ്ടായിരുന്നു, എന്തോ പൈസ. അപ്പൊ സപ്പോസ് 200 ഷെയർ ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ 400 ഷെയർ ഉണ്ട് വിചാരിക്കുക. ചിലപ്പോൾ ആദ്യത്തിൽ 200 സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ 100 സറണ്ടർ കാശ് മേടിച്ചിട്ട് ബാക്കി അവിടെ തന്നെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ കുറച്ച് ഷെയർ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു ഒരു സ്ത്രീ. കമ്പനി സെക്രട്ടറിക്ക് എഴുതി. കമ്പനി സെക്രട്ടറി ഓക്കെ, നോ പ്രോബ്ലം അറ്റ്, യു ക്യാൻ സറണ്ടർ. എത്ര ഷെയർ? 400 ആച്ചപ്പോ 200 ആച്ചാ 100, എത്ര വേണ്ടത് അത്ര. അവസാനം അതിന്റെ പൈസ ചെക്ക് അയച്ചു കൊടുത്തു ഈ സ്ത്രീക്ക്. ചെക്ക് ആ സ്ത്രീ അക്കൗണ്ടിൽ പ്രസന്റ് ചെയ്തു. ചെക്ക് ഡിസോണർ ചെയ്തു. പൈസ ഉണ്ടായിരുന്നില്ല അക്കൗണ്ടിൽ, സത്യം കമ്പ്യൂട്ടേഴ്സിന്. അപ്പൊ ഈ സ്ത്രീ കമ്പനി സെക്രട്ടറിയെ വിളിച്ചിട്ട് അക്കൗണ്ട്സിന്റെ ഹെഡിനെ വിളിച്ചു, എന്താ നിങ്ങൾ തന്ന പൈസ വിഡ്രോ? അയ്യോ അതെന്താ പറ്റി മാഡം, അങ്ങനെ എന്താ പറ്റിയതെന്ന്? യു പ്രസന്റ് ദ ചെക്ക് വൺസ് അഗെയിൻ. അപ്പൊ രണ്ടാമതൊരു പ്രൊവിഷൻ ഉണ്ട്, രണ്ടാമതൊന്ന് പ്രസന്റ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. ഇന്നൊക്കെ റൂള് മാറിയേ. ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞത്, കുറെ 10, 15, 20, 15, 18 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞു. രണ്ടാമത് റീപ്രസന്റ് ചെയ്യുക, അങ്ങനെയുണ്ട്. അപ്പോ രണ്ടാമതും പ്രസന്റ് ചെയ്തു, രണ്ടാമതും തിരിച്ചു വന്നു, പൈസ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ ഒരു സംശയം. സോ ആ സ്ത്രീ സിബി അറിയാലോ നിങ്ങൾക്ക്, ഇൻവെസ്റ്റ്മെന്റ് ബോർഡ്, സ്റ്റോക്ക്, അവർക്കൊരു ലെറ്റർ എഴുതി. അവരത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന്റെ പരിണാമഫലല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അവരെ ഫിഗർ വലുതാക്കി കാണിച്ച് ആളുകളെ പബ്ലിക്കിനെ ചീറ്റ് ചെയ്തു. അപ്പൊ അതിന് ഉത്തരവാദിയായ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, അയാളുടെ അനുജൻ, കമ്പനി സെക്രട്ടറി, അക്കൗണ്ട്സില് ആരാ ഓഡിറ്റ് ചെയ്ത ഓഡിറ്റർ ഇന്നും ജയിലിലാണ്. ഇന്നും. കാരണം പബ്ലിക്കിനെ ചീറ്റ് ചെയ്തോണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിച്ചത്? ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്തു കംപ്ലീറ്റ്. സിബി വന്നിട്ട് ഓഡിറ്റ് ചെയ്തു. പിന്നെ വേറെ ഗവൺമെന്റ്, നമ്മുടെ കോർപ്പറേറ്റ് ഇതില്ലേ, മറ്റേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അവരും ഓഡിറ്റ് ചെയ്തു സ്പെഷ്യൽ. ഇതെല്ലാം കണ്ടപ്പോൾ, കാരണം പബ്ലിക്കിനെ ചീറ്റ് ചെയ്തല്ലേ. അപ്പൊ അങ്ങനെ അപ്പറേറ്റ് ഓഡിറ്റ്, അപ്പൊ ഇതേമാതിരിയുള്ള ഓഡിറ്റ്. അപ്പൊ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഓഡിറ്റിന്റെ പ്രാധാന്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ ബഡ്ജറ്റിംഗ് ഇവിടെ ബ്രസീലത്തെ കാര്യമാണ് ഇനി പറയുന്നത്. ഇന്ത്യയിലെ എത്രയോ ഉദാഹരണം ഇന്ത്യയിൽ വേറെ പറയട്ടെ, ഞാനൊന്നും ബാക്കി ഞാൻ പറയുന്നില്ല കാര്യങ്ങൾ. അതിപ്പോഴും നടന്നിട്ടുണ്ട് കുറെ, അതൊന്നും ഞാൻ പറയുന്നില്ല. അത് ഓഡിറ്റിങ്ങിലൂടെയാണ് അതൊക്കെ പിടിക്കുന്നത്, കള്ളത്തരങ്ങളും എല്ലാം പിടിക്കുന്നത് നമ്മുടെ എത്രയോ ഓരോ സ്ഥലത്തും. അപ്പൊ ബ്രസീലിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഹൈ ഡിഗ്രി ഓഫ് റിജിഡിറ്റി, വളരെ റിജിഡിറ്റിയാണ് ബഡ്ജറ്റിംഗ് സിസ്റ്റത്തിൽ കേട്ടോ. സ്ട്രിക്റ്റ്. The Ministry of Finance is separate from Ministry of Planning. Budget and management by the budgeting is a separate function from planning. It is largely a top-down operation and the Brazilian president, അവിടെ പ്രസിഡന്റിന് നല്ല പവറാണ്, ടു ഹാസ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഇറ്റ്. അതായത് അവിടുത്തെ ഓഡിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റിനും അതില് അധികാരമുണ്ട് നോക്കാനൊക്കെ, ആക്ഷൻ എടുക്കാൻ. തെറ്റായ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാനുള്ള അധികാരം അയാൾക്കുണ്ട്. Audit system in Brazil. About for the purpose of external audit, the Federal Court of Accounts is the apex body as an auxiliary to National Congress, which has the powers to control and oversight over federal public sector entities and federal public fund. It is paying attention to accountability
and a decision-making process, in particular in relation to audit of consolidated year-end government report, known as Accounts of the President of the Republic of Brazil. അപ്പോൾ അങ്ങനെയാണ് അവിടെ അറിയുന്ന അക്കൗണ്ട്, മനസ്സിലായോ? So the TCU strives to improve the ways in which it supports the government accountability and decision making. അവിടെ വളരെ റിജിഡാണ്. അവിടെ ബ്രസീല് വളരെ റിജിഡാണ്. ഇപ്പോഴും നമ്മുടെ ഇവിടെ കുറച്ച് ടഫാണ്. കാരണം എന്താ വെച്ചാൽ കുറേ തെറ്റുകൾ കണ്ടപ്പോൾ ഇതെല്ലാം പാർലമെന്റിൽ ജനങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വന്നതിന് ശേഷം പെട്ടു എല്ലാവരും. കാരണം ഇതൊക്കെ പുറത്തു വരും, മനസ്സിലായോ? ഇനി ദി കൺട്രോളർ ജനറൽ, അവിടുത്തെ കാര്യം പറയുന്നത് ബ്രസീലിന്റെ, വാസ് അസിസ്റ്റഡ് ബൈ ദ എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് വിച്ച് ആർ ദ ഫോളോയിങ് 4 മേജർ വിങ്സ്. അവിടെ 4 വിങ് ഉണ്ട്. ഫെഡറൽ ഇന്റേണൽ കൺട്രോൾ സെക്രട്ടേറിയറ്റ്, ട്രാൻസ്പെറൻസി ആൻഡ് കറപ്ഷൻ പ്രിവെൻഷൻ സെക്രട്ടേറിയറ്റ്, നാഷണൽ ഡിസിപ്ലിനറി, അതായത് തെറ്റ് കണ്ട അവരുടെ പേരിൽ ആക്ഷൻ എടുക്കുന്ന ഡിസിപ്ലിനറി ബോർഡ്, നാഷണൽ ഓംബുഡ്സ്മാൻ, ലോ എൻഫോഴ്സ് ചെയ്യുന്ന ആളാണല്ലോ. തെറ്റ് കണ്ട അവിടെ ആർഗ്യുമെന്റും ഒക്കെ അവർ ചെയ്യും. ഫൈനാൻഷ്യൽ ഓഡിറ്റ് ഫോക്കസ് ഓൺ ഡിറ്റർമിനിങ് വെദർ എൻറ്റൈറ്റീസ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഈ പ്രസന്റഡ് in accordance with the applicable financial reporting and regulatory framework. This is accomplished by obtaining sufficient and appropriate audit evidence to enable the auditor to express an opinion as to whether the financial information is free from material misstatement due to fraud or error. തെറ്റായ വിധത്തിലുള്ള ഇത് എന്താ പറയണ്ട, പല വിധത്തിലും ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായ? പല വിധത്തിലും. കാരണം എന്താ അറിയാം, ചിലപ്പോ പ്രോഫിറ്റ് 31/3 ആണ്, 31 മാർച്ചിലാണ് ഇയർ എൻഡിങ്. പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചെയർമാൻ മാനേജർ അവിടുത്തെ ഹാക്ക് ചെയ്യും. അപ്പൊ അയാളെ ഏതെങ്കിലും വിധത്തിൽ പ്രോഫിറ്റ് കാണിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യും. കാരണം കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കില്ലേ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ കുറേയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് കുറെ ആകെ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല, എത്രയോ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ കെയർഫുൾ ആക്കണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കും. പല നാൾ കള്ളൻ ഒരു നാൾ വലയിൽ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. Budgeting and audit system in Russia. Budgeting in Russia, the new system which started in 2011 carries the expenditure portion of the federal budget in program format. It has since then become a main task of Russian federal government to increase the effectiveness of budget expenditure. Funds have been allotted to the following program block during 2011 to 2016. Innovative development and modernization of the economy. റഷ്യയിലെ എന്തിനാത്? മോഡേണൈസേഷനും ഇന്നോവേറ്റീവ് ഐഡിയാസ്, ഡെവലപ്മെന്റ്, ന്യൂ ക്വാളിറ്റി ഓഫ് ലൈഫ്. എന്താ ന്യൂ ക്വാളിറ്റി ഓഫ് ലൈഫ്? കോമ്പറ്റൻസി ഡെവലപ്മെന്റ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, ജോബ് സെക്യൂരിറ്റി, health and well-being, work and non-work life. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡിങ് ജോബ് സെക്യൂരിറ്റി, ജോബ് എൻറിച്ച്മെന്റ്, കരിയർ ഗ്രോത്ത് പ്ലാൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഇൻക്രീസ്ഡ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, ഫ്ലെക്സിബിൾ വർക്ക് ടൈമിംഗ്, റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ. So, efficient government, balanced regional development. ഇപ്പം നിങ്ങൾ നോക്കണം, യുക്രൈനിലെ എന്ത് എഫിഷ്യന്റ് ഗവൺമെന്റ് ആവും? അപ്പം എല്ലാം തകർന്ന തരിപ്പണമായില്ലേ. അവിടെ എഫിഷ്യന്റ് ഗവൺമെന്റ് വേണം വെച്ചാൽ ഈ ന്യൂ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താ ചെയ്യുക ഇവിടെ? അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നോക്കുക എന്താ സ്ഥിതി?
ഈ ഇവിടെയൊക്കെ ഇതേമാതിരികളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഏഷ്യൻ ഗവൺമെന്റ് എന്താ ചെയ്യാവിടെ? അപ്പോൾ ബിൽഡിങ്ങും എല്ലാം എന്താ പറയുക തകർന്ന് തരിപ്പണമായി അങ്ങനെ പല കാര്യങ്ങളും പോളിസി ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയല്ലേ ഇവിടെ. അപ്പോൾ ഞാനിത് ഉദാഹരണം പറഞ്ഞോട്ടോ. പക്ഷെ ആ രാജ്യത്തിന് ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു, കാരണം നമ്മൾ ഇന്ത്യയായിട്ട് വളരെയധികം നല്ല പണ്ടേ ഇതായിട്ടുള്ള കണക്ഷൻ ഉണ്ട് കേട്ടോ. സോ ഞാൻ വെച്ചാൽ അവിടുത്തെ വിഷമം കണ്ട് നമ്മൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ആരെയും നമ്മൾ കുറ്റം പറയല്ല. ബാലൻസ് റീജിയൻ ഡെവലപ്മെന്റ്, സേഫ് ഗാർഡിംഗ് നാഷണൽ സെക്യൂരിറ്റി, expenditure on progress as state is secret. So, in fact, the program being implemented in Russia are substantially different from those from other countries. However, despite their different nature, the government program requires certain conditions to be effective. മറ്റുള്ള രാജ്യങ്ങളിൽ മാതിരിയല്ല ഇത് ഓഡിറ്റ് സിസ്റ്റം. In the Russian system of governance, audit is now regarded as a good indicator, which was not so earlier. In the modern form, audit was introduced during the second half of 1980. 1980 second half, toward the end of 1993. First, rules regarding audit activity in the form of provincial and regional rules of the audit activity, on the basis of which 4 വിധത്തിലുള്ള ഓഡിറ്റാണ് റഷ്യയിലുള്ളത്. ജനറൽ ഓഡിറ്റ്, ബുക്ക് ഓഡിറ്റ്, ഇൻഷുറൻസ് ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് കമോഡിറ്റി ആൻഡ് സ്റ്റോക്ക്. ഓരോ രാജ്യങ്ങൾ ഓരോ വിധമാണ് കേട്ടോ. അവിടെയുള്ളത് ജനറൽ ഓഡിറ്റ്, ബുക്ക് ഓഡിറ്റ്, ഇൻഷുറൻസ് ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് കമോഡിറ്റി ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് എന്തിനാണ് എന്ന് എന്നോട് ചോദിക്കരുത്, അവിടുത്തെ സിസ്റ്റമാണ് കേട്ടോ. In the year 2008, self-regulatory organization of auditors were established, of which the following 5 continue to exist today. അപ്പോൾ അവിടുത്തെ സ്ഥാപനങ്ങൾ എന്താ ഇന്ത്യയുടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്. ഓഡിറ്റ് ചേംബർ ഓഫ് റഷ്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ്, മോസ്കോ ഓഡിറ്റ് ചേംബർ, റഷ്യൻ കൊളീജിയം ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് ഓഡിറ്റർ അസോസിയേഷൻ. ഇത് അവിടുത്തെ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ ഓഡിറ്റ് ചെയ്യാനുള്ളത്. A unified federal budget control system has been developed by the account chamber. It involves continuous 3-year control cycles over the administration of budgets for each fiscal year in several stages, such as preliminary control of the draft budget for the current year, current control during the fulfillment of budget for the current year, and comprehensive documentary inspection of the budget already fulfilled. ബഡ്ജറ്റിംഗ് ഇന്ത്യത്തെ ഇനി പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ ഉണ്ട്, CNDG. അത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്താണ്, സ്റ്റാറ്റ്യൂട്ടറി ഇതാണ്, മറ്റേ പോസ്റ്റാണിത്, കോൺസ്റ്റിറ്റ്യൂഷണലി ക്രിയേറ്റഡ് ഇതാണിത്. ബഡ്ജറ്റിംഗ്, ലെജിസ്ലേറ്റീവ്, പാർലമെന്ററി കൺട്രോൾ ഉണ്ട്. നമ്മുടെ പാർലമെന്ററി കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നികുതി, എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ ബഡ്ജറ്റ് അവതരത്തിന് ആദ്യം അപ്രൂവ് ചെയ്യണം കേട്ടോ. ഫൈനാൻസ് മിനിസ്റ്റർ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തതിന് അതിന് മുമ്പേ പ്രസിഡന്റിന്റെ അപ്രൂവൽ വേണം. അത് കഴിഞ്ഞിട്ട് പ്രസന്റ് ചെയ്തതിനു ശേഷം ഓരോരുത്തരും ഡിബേറ്റ് ചെയ്തിട്ട് പിന്നെ അവസാനം അപ്രൂവൽ എടുക്കണം പാർലമെന്റിന്റെ, രാജ്യസഭയിൽ, ലോക്സഭയിൽ. ദി പ്രോസസ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ഇൻ ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ദ ഫോളോയിങ് സ്റ്റേജസ്. ഈ നമ്മുടെ ഇന്ത്യയിൽ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരോടും പറഞ്ഞില്ലേ, ഓരോരോ ആ പ്രോസസ് ഒരു 3-4 മാസം മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ ഈ ഓരോരോ ബാങ്കിങ്ങിന്, പ്രൈവറ്റ് ബാങ്ക്, ഗവൺമെന്റ് ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ്, റെയിൽവേസ്, ഇറിഗേഷൻ, മറ്റേ അങ്ങനെ ഇതിന്റെ ഇലക്ട്രിസിറ്റി, ഇതിൻ്റെ ഒക്കെ ഉണ്ടോ. ഓരോന്നിൻ്റെയും ഇത് എടുത്തിട്ടതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാക്കൂ, കൺസോളിഡേറ്റ് ചെയ്യൂ. ഓരോരോ ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രി എത്ര എക്സ്പെൻഡിച്ചർ വേണം, സ്പേസിൽ എന്തൊക്കെയാണ് പ്രോഗ്രാംസ്, എത്ര കോടി രൂപ വേണം, അറ്റോമിക് എനർജി എത്ര കോടി രൂപ വേണം, ശമ്പളം, ഇതേമാരിക്കില്ലേ, പെൻഷൻ, കൺസിഡറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് എസ്റ്റിമേറ്റ്, അതായത് എല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ബഡ്ജറ്റ് ഉണ്ടാക്കുക. ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് ഈസ് ഈക്വൽ ടു ഇന്ത്യൻ ബഡ്ജറ്റ്, എല്ലാം കൂടി. ബഡ്ജറ്റ് ഗോസ് ത്രൂ ദ 5 സ്റ്റേജസ്. ആദ്യം നമ്മുടെ പാർലമെന്റിൽ അപ്രൂവ് ചെയ്യണം, പ്രസന്റ് ചെയ്യണം ജനുവരി ഫെബ്രുവരിയിലും. പിന്നെ ജനറൽ ഡിസ്കഷൻ ഉണ്ട്, അതാണ് നമ്മുടെ പാർലമെന്റിൽ ജനറൽ ഡിസ്കഷൻ നടക്കുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം നടന്നിട്ടില്ല, കാരണം എന്താണെന്നൊക്കെ അറിയാലോ നമുക്ക്. അപ്പം ജനറൽ ഡിസ്കഷൻ സാധാരണ പാർലമെന്റിൽ ഓരോന്നും ഡിസ്കസ് ചെയ്തിട്ടാണ് അപ്രൂവ് ചെയ്യണം. പിന്നെ ഓരോരോ മിനിസ്ട്രിക്കുള്ള ഇത് കൊടുക്കും,
പിന്നെ എന്താ പറയണ്ടേ, allocation, discussion and voting on demand for a grant, consideration and passing of the appropriate bill, consideration passing of the financial bill or taxation, നികുതി, audit system, ഇന്ത്യയിൽ, Constitution of India, Comptroller and Audit General, C&AG, Comptroller and Audit General, C&AG, got a prestigious status as integral part of governance with certain amount of independence. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓഡിറ്റ് ഇൻ ഇന്ത്യ ഈസ് എ യൂണിയൻ സബ്ജക്ട്. സെൻട്രൽ ഗവൺമെന്റ് പണിയാണ്. കാരണം എന്താ അറിയോ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടോ ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് സെൻട്രൽ ഗവൺമെന്റ് ലിസ്റ്റിൽ വരണം. സ്റ്റേറ്റിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക്, യൂണിയനിൽ വരുന്നതാണ്, യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ്, മറ്റേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സ്റ്റേണൽ അഫയേഴ്സ്, അംബാസഡർമാരെ അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ, പിന്നെ ഇൻകം ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ് ആക്ട്, ഡൈവേഴ്സ്, മാരേജ്, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് വെൽഫെയർ, എംപ്ലോയീസിന്റെ സാലറി, അതായത് വർക്കേഴ്സ് സാലറി, ജയില്, ഇറിഗേഷൻ, അഗ്രികൾച്ചർ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലും. കൺകറന്റ് ലിസ്റ്റ്, യൂണിയനിലും സ്റ്റേറ്റിലും കൂടി വരുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. അതായത് ചിലപ്പോൾ എഡ്യൂക്കേഷൻ, കാരണം സ്റ്റേറ്റിന്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സെൻട്രലിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. മെഡിക്കൽ സെൻട്രലിന്റെ ഉണ്ട്, സ്റ്റേറ്റിന്റെ ഉണ്ട്. ഇപ്പോൾ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ, ഇപ്പൊ കാവേരി, ഗംഗ, അതൊക്കെ ഉണ്ടല്ലോ, പല സ്റ്റേറ്റിൽ കൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റ് റൂള് എടുക്കാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ്, കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യും. കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ ഈസ് ദ ഹെഡ്. ഏറ്റവും വലിയ ആള് കൺട്രോളർ, ഇയാളെ പ്രസിഡന്റാണ് അപ്രൂവ് ചെയ്യണത്. അയാൾക്ക് ഓത്തെടുത്തിട്ടാണ്. ഡിപ്പാർട്ട്മെന്റ് ഹാസ് ബീൻ ഡിവൈഡ് 5 ക്ലാസ് ഓഫ് ഓഫീസേഴ്സ്. ശ്രദ്ധിക്കണേ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് 5 ടൈപ്പ് ഓഫീസേഴ്സ് ഉണ്ട്. ഒന്ന്, സിവിൽ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഓഫീസേഴ്സ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഓഫീസേഴ്സ്, ഓഡിറ്റ്, റെയിൽവേ ഓഡിറ്റ്, ഡിഫൻസ് സർവീസ്, നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സിന്റെ അതിന്റെ ഓഡിറ്റ്, കമേഴ്സ്യൽ ഓഡിറ്റ്, മറ്റുള്ള വിധത്തിലുള്ള ഈ പബ്ലിക് സെക്ടറിന്റെ ടിക്കിങ്ങിന് അതൊക്കെ, ഓട്ടോണമസ് ബോഡീസ് ഒക്കെ ഇല്ലേ അതിൻ്റെത്. ബഡ്ജറ്റിംഗ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം ഇൻ ചൈന, ബഡ്ജറ്റ് റിഫോംസ് ഇൻ ചൈന, അതായത് ട്രാൻസ്പെറൻസി, ഇംപ്രൂവ് ബഡ്ജറ്റിംഗ്, harden the budget constraint, improve the accountability for spending, as observed by China. The reforms have brought about a number of achievements. One budget for one department, ഒരു ബഡ്ജറ്റ്, സീറോ ബേസ് ബഡ്ജറ്റ്. ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുക. എന്താ സീറോ ബേസ് ബഡ്ജറ്റിംഗ്? സീറോ ബേസ് പറഞ്ഞാൽ 0 നിന്ന് തുടങ്ങാം. ഒരു കൊല്ലത്തുനിന്ന് നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യണോ അത്ര നിങ്ങൾക്ക് ആദായം വേണം. ആദായത്തിനനുസരിച്ച് നിങ്ങൾ ചെലവ് വെക്കുക. അതന്നെ സീറോ ബേസ് ബഡ്ജറ്റ്. 0 നിന്ന് തുടങ്ങാം, ഒന്നുമില്ല. അപ്പം നിങ്ങളെ സ്റ്റാർട്ട് ചെയ്താൽ അതിൽ ചെലവാകുന്ന എത്ര, വരവ് എത്ര, അതന്നെ. ഇന്റിഗ്രേറ്റഡ് ബഡ്ജറ്റ് എല്ലാം കൂടി. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്റേണൽ ബഡ്ജറ്റ് റൂൾസ് ഫോർ ദ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആൻഡ് സെൻട്രൽ. ഓരോ ഡിപ്പാർട്ട്മെന്റ്, അനവധി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, എത്രയോ 10-40 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഓരോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ. എത്രയോ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അതിനൊക്കെ അലോക്കേഷൻ വേണ്ടേ. ബഡ്ജറ്റിംഗ് ഇനി സൗത്ത് ആഫ്രിക്കയില്, ബഡ്ജറ്റിംഗ് South Africa with a shift to democracy, the new system started focusing on good governance, elements of accountability and transparency in 1990s. In the year 1998-99, the medium term expenditure framework was introduced in order to encourage the participatory approach in budgeting. The major role plays in the budget processes are cabinet, ministers committee on the South Africa, budget council, budget forum, intergovernmental technical forums, departments, relevant entities and donors, financial and physical commission, legislators. Audit system in South Africa. South Africa has also adopted a pragmatic system. For this, it works with the following values. ഇതാണ് പരമപ്രധാനം. എന്തിനാ ഓഡിറ്റ് ചെയ്യുന്നത്? അവരുടെ ഓഡിറ്റിന്റെ പ്രിൻസിപ്പിൾ, എത്തിക്സ് എന്താണ് അറിയുക? അവർ പറയുന്നത് വി വാല്യൂ, റെസ്പെക്ട്, റെക്കഗ്നൈസ് അവർ പീപ്പിൾ. ഞങ്ങളുടെ
ജനങ്ങളെ സ്നേഹിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ അതേമാതിരി അക്കൗണ്ടബിലിറ്റി, അതായത് ജനങ്ങളുടെ ഇതുണ്ട്, അക്കൗണ്ടബിലിറ്റി ഈസ് ക്ലിയർ ആൻഡ് പേഴ്സണൽ. ഓരോരുത്തരും അവരുടേതായ കഴിവ് പ്രദർശിപ്പിക്കണം. പിന്നെ ഞങ്ങളെ പെർഫോമൻസ് ഓറിയന്റഡ് ആണെന്ന്, പെർഫോമൻസ് ചെയ്യണമെന്ന്. വി വാല്യൂ ആൻഡ് അവർ ഓൺ റെപ്യൂട്ടേഷൻ. വി വർക്ക് എഫക്റ്റീവ്ലി ഇൻ ടീംസ്. ഞങ്ങളെ അതായത് കലക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. അല്ലാണ്ട് ഞാൻ ചെയ്തു ഇതെന്റെ അല്ല. എല്ലാവരും കൂടി ടീമായിട്ട് ഫങ്ഷൻ ചെയ്യണം, എന്നാലേ പറ്റൂ. വി ആർ പ്രൗഡ് ടു ബി സൗത്ത് ആഫ്രിക്കൻസ്. എങ്ങനെയുണ്ട്? വി ആർ പ്രൗഡ് ടു ബി സൗത്ത് ആഫ്രിക്കൻ. അവരുടെ വാല്യൂ സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ പറയുന്നത് വെച്ചാൽ, ഇതില് അവരുടെ, അതായത് ഓക്കെ, അവരുടെ വാല്യൂ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഒരു സെക്കൻഡ്, ജസ്റ്റ് യെസ്. ഓക്കെ, സോ വി വാല്യൂ, റെസ്പെക്ട് ആൻഡ് റെക്കഗ്നൈസ് അവർ പീപ്പിൾ. അക്കൗണ്ടബിലിറ്റി ഈസ് ക്ലിയർ. അപ്പൊ എന്താണ് പറയുന്നത്? അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യണമെന്ന് നമുക്ക് അക്കൗണ്ടബിലിറ്റി വേണ്ടേ? ഇത് എന്തിനാ ചെയ്യണമെന്ന് നമുക്കറിയണ്ടേ? ഇപ്പോ നമുക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പല പ്രശ്നങ്ങളും നമുക്ക് വരുന്നത്, അല്ലേ? ഈസ് ക്ലിയർ ആൻഡ് പേഴ്സണൽ. വി ആർ പെർഫോമൻസ് ഡ്രിവൻ. നമ്മൾ, അതായത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിരിക്കണം നമ്മള്, മനസ്സിലായില്ലേ? വി വാല്യൂ ആൻഡ് അവർ റെപ്യൂട്ടേഷൻ. പിന്നെ പരമപ്രധാനമായ രാജ്യത്തിന്റെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു സിമ്പിൾ ഇൻസിഡന്റ് അല്ലേ, രാജ്യത്തിന്റെ പേരും പോവും ചില സമയത്ത്, മറക്കരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് റെപ്യൂട്ടേഷൻ നമ്മുടെ നന്നാവണം. വി വർക്ക് എഫക്റ്റീവ്ലി ഇൻ ടീംസ്. വി ആർ പ്രൗഡ് ടു ബി. നമ്മളും അതെ, നമ്മുടെ ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു. നമ്മുടെ പണ്ട് ഇന്ദിരാഗാന്ധിയുള്ള സമയത്ത് നമ്മുടെ രാകേഷ് ശർമ്മ സ്പേസിൽ പോയിട്ട് അവിടുന്ന് സംസാരിച്ചു ഇന്ദിരാഗാന്ധിയോട്. ഇന്ദിരാഗാന്ധിയോട് ലെഫ്റ്റനന്റ് സ്ക്വാഡ്രൺ ലീഡർ രാകേഷ് ശർമ്മ. അപ്പൊ അവിടുന്ന് ചോദിച്ചപ്പോ, മിസ്റ്റർ രാകേഷ് ശർമ്മ, ഹൗ ഡു യു ഫീൽ ഫ്രം there? How can you, what is your opinion? What type of this message you want to give to Indian citizen? ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ചോദിച്ചു, സ്ക്വാഡ്രൺ ലീഡേഴ്സ് രാകേഷ് ശർമ്മ. അയാൾ പറഞ്ഞു, ഇവിടുന്ന് എനിക്ക് ലോകം മുഴുവൻ കാണാൻ പറ്റും, ബട്ട് സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ. എല്ലാ രാജ്യങ്ങളെയും എനിക്ക് കാണാൻ പറ്റും, പക്ഷെ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും സുന്ദരം നമ്മുടെ രാജ്യമാണ്. അപ്പോ വി ആർ പ്രൗഡ് ടു ബി. ഇപ്പൊ സൗത്ത് ആഫ്രിക്ക എന്നും പറയുന്നത് ഇന്ത്യൻസ് ഓൾസോ. നോ ഹിയർ ദി കൺക്ലൂഷൻ പാർട്ട്. ഫൈനാൻസ് ഈസ് ദ ലൈഫ് ലൈൻ ഓഫ് ഓൾ സോഷ്യൽ എക്കണോമിക് ഫോർമേഷൻ. നമുക്ക് ഈ ഫൈനാൻസിന്റെ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് വളരാൻ പറ്റില്ല. കാരണം കൺട്രോൾ വേണ്ടേ? പൈസ മുഴുവൻ ചെലവാക്കുക, പിന്നെ ആ കമ്പനി എങ്ങനെ സർവൈവ് ചെയ്യുക? ബാലൻസ് ഇല്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ഒന്നുമില്ല, കിട്ടാനുള്ളത് കിട്ടുന്നില്ല, കൊടുക്കാൻ കുറേയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? റേഞ്ചിങ് ഫ്രം സിമ്പിൾ ന്യൂക്ലിയർ ഫാമിലീസ് ടു കോംപ്ലക്സ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, അല്ലെ? ഫോർ ദ എഫക്റ്റീവ് ഗവേണൻസ്, ഫൈനാൻസ് is thus a basic means, and towards its optimum utilization, budgeting and audit are the major tools. As we have seen in this unit, all the BRICS countries have adopted one or two other system in budgeting. എല്ലാവരും ഓരോരോ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ബ്രിക്സ് ഉണ്ട് 5 രാജ്യങ്ങളിലും. മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഫോളോ ദ വെൽ ആക്സെപ്റ്റഡ്, എല്ലാവരും വെൽ ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ആണ് ബഡ്ജറ്റിംഗ്. However, there are procedural differences as far as the budget making is concerned, and over the years there have been notable ഓരോ കൊല്ലം മാറി കൊണ്ടിരിക്കുകയാണ്. So based on not in this unit, so follow a systematic way of audit based on certain principles. എല്ലാവരും ഓരോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്, സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഓരോ രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. The audit missionaries in all these countries work under the supreme auditor. നമ്മുടെ ഇവിടെ CNDG ആണ്. അങ്ങനെ ഓരോരോ രാജ്യങ്ങളിലും ഓരോരോ അതോറിറ്റി ഉണ്ട്. ഇൻ ദി റെസ്പെക്റ്റീവ് കൺട്രി, ഓരോ രാജ്യങ്ങളിൽ, ആൻഡ്
These are working toward effective and good governance. അതുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്കുണ്ട് നല്ല ഗവേണൻസിന് വേണ്ടി ഓഡിറ്റ് നിലകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്.